ശ്രീജിത്ത് കൂടി ചേരുകയാണ് കൂടുതൽ വിശകലനങ്ങളുമായി. ഇന്നലെ ആർ ശ്രീജിത്താണ് ഈ നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത്. ഇന്നലെ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്ത നിലയിൽ തന്നെ ഒരു സമീപനം സംസ്ഥാന സർക്കാർ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സർക്കാർ നിലപാട് അടിവരയിടുന്നത് 2016 അധിക സത്യവാങ്മൂലമായിരുന്നു ഒന്നാം LDF സർക്കാരിന്റെ. പക്ഷേ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ മറുപടി നൽകുമ്പോൾ അധിക സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. പകരം 2007 VS സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിലെ വാദങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തുല്യതയുമായി ബന്ധപ്പെട്ട്, അതായത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിന്ന നിലപാടിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെ വ്യാഖ്യാനിക്കാമല്ലേ? അസിത, തീർച്ചയായും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആചാര സംരക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്നു. ആചാര സംരക്ഷണത്തോട് ആ വിശ്വാസികളോടൊപ്പമാണ്, ആ വിശ്വാസികളോടാണ് തങ്ങൾക്ക് ആഭിമുഖ്യം എന്ന കാര്യം അടിവരയിടുന്നതാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച 17 പേജുള്ള സത്യവാങ്മൂലം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം നേരത്തെ അച്യുതൻ വായിച്ചത് തന്നെയാണ്. ഒരു പ്രത്യേക മതാചാരം മതത്തിൻ്റെ അവിഭാജ്യ ഘടകം ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ മതസമൂഹം അതിനെ അങ്ങനെയാണോ കണക്കാക്കുന്നത് എന്നായിരിക്കണമെന്നതാണ്. അതായത് വിശ്വാസപരമായ കാര്യങ്ങളെ യുക്തിയുടെയോ നിയമത്തിൻ്റെയോ അളവുകോലിൽ വെച്ച് മാത്രമല്ല അളക്കേണ്ടത്, മറിച്ച് ആ സമൂഹം അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചായിരിക്കണം എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത് രാജ്യത്തെ പൊതു നിയമത്തെയോ മറ്റെന്തെങ്കിലും അവഹേളിക്കുന്നതാകരുത്, അപമാനിക്കുന്നതാകരുത് എന്ന് പറയുമ്പോൾ ഈ വിശ്വാസപരമായ ഒരു കാര്യം സമൂഹത്തിന് ഹാനികരമല്ലാത്തിടത്തോളം കാലം അതിനെ അനുകൂലിക്കാം എന്നൊരു സമീപനം കൂടി ഈ സത്യവാങ്മൂലത്തിൽ ഇരിപ്പുണ്ട്. അതുകൂടി വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു സത്യവാങ്മൂലമാണ്. നേരത്തെ അസിത ചൂണ്ടിക്കാണിച്ചതുപോലെ 2007 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ അധിക സത്യവാങ്മൂലത്തോടല്ല ഇപ്പോഴത്തെ സത്യവാങ്മൂലത്തിന് ആഭിമുഖ്യം, മറിച്ച് VS സർക്കാരിൻ്റെ കാലത്ത് 2006 മുതൽ 2011 വരെ കേരളത്തിൽ അധികാരത്തിലിരുന്ന VS സർക്കാരിൻ്റെ കാലത്ത് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യം, ഈ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അറിവും പാണ്ഡിത്യമുള്ളവരുമായും മറ്റും ആലോചിച്ച് അതിൽ കോടതി ഒരു തീരുമാനമെടുക്കണം, അതായിരിക്കും നല്ലത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പിന്നീട് 2016 അധിക സത്യവാങ്മൂലത്തിലാണ് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ലിംഗസമത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചെയ്യേണ്ട കാര്യമാണ് എന്ന വാദം മറുവശത്തുണ്ട്. കാരണം ലിംഗനീതിയെ അംഗീകരിക്കുകയും ലിംഗസമത്വത്തിനൊപ്പം നിൽക്കുകയും ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് പുരോഗമന സമീപനമാണ്. എന്നാൽ ആ സമീപനം എടുത്ത് മുന്നോട്ട് പോയപ്പോൾ 2017 വിധി വന്ന ശേഷം പിന്നീട് 2019 നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കൈപൊള്ളിയതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് 2016 അധിക സത്യവാങ്മൂലത്തിൽ നിന്ന് മാറി 2007 സത്യവാങ്മൂലത്തിലേക്ക് സർക്കാർ തങ്ങളുടെ വിധേയത്വവും ആഭിമുഖ്യവും പ്രകടിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആചാര സംരക്ഷണത്തിന് ഒപ്പം നിൽക്കുന്ന സമീപനത്തിലേക്ക് സർക്കാർ തിരിച്ചു വന്നിരിക്കുന്നു. 2019 രാഷ്ട്രീയ തിരിച്ചടിക്ക് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.